നമസ്കാരം, ഞാൻ അഹമ്മദ് കബീർ, കോട്ടയം അൽ ജസീറ ഹോളിഡേഴ്സിൽ നിന്നും. സൗദി ഫാമിലി വിസിറ്റിംഗ് വിസ എടുത്ത് സൗദി അറേബ്യയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചിലത് മാത്രം പറയുകയാണ്. കാരണം ഇപ്പോൾ ഹജ്ജിൻ്റെ സീസൺ പ്രമാണിച്ച് വിസകളൊന്നും ഇഷ്യൂ ചെയ്യാതെയും ആരും പോകാതെയും ഇരിക്കുന്ന സന്ദർഭമാണ്. ഇനി ധാരാളം പേര് ഹജ്ജിന് കഴിയുന്നതോടുകൂടി സൗദി അറേബ്യയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അവിടെ വിസ എടുക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ പാസ്പോർട്ടിൽ സ്പോസ് നെയിം രണ്ടുപേരുടെയും കൃത്യമാണ് എന്ന് നിങ്ങൾ നേരത്തെ തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇല്ല എങ്കിൽ VFSൽ വന്നു കഴിയുമ്പോൾ ഒരാളുടെ പേര് ഉണ്ടാവുകയും മറ്റൊരാളുടെ പേര് ഇല്ലാതിരിക്കുകയും ഇല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനും അത് അപ്പോസ്റ്റ് ചെയ്യിക്കാനും അങ്ങനെ 100 കടമ്പകൾ പിന്നീട് നിങ്ങൾക്ക് കയറി ഇറങ്ങേണ്ടി വരും. അത് ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഇപ്പോൾ തന്നെ വിസ എടുക്കാൻ താല്പര്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പാസ്പോർട്ട് ഓഫീസ് ഇനി പേര് ചേർത്തിട്ടുണ്ട് എങ്കിൽ തന്നെ പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് പുതിയൊരു പാസ്പോർട്ട് ഇഷ്യൂ ചെയ്താലും കുഴപ്പമില്ല. കാരണം സ്പോസ് നെയിം ചേഞ്ച് ചെയ്യാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1500 രൂപ മുടക്കിയാൽ പുതിയ പാസ്പോർട്ട് കിട്ടും. പാസ്പോർട്ടിൽ പേരില്ലാത്തവർ പേര് ചേർക്കാനും മറക്കണ്ട. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇതെല്ലാം കഴിഞ്ഞ് നിൽക്കുന്നവരാണ് എങ്കിൽ അവരെ സംബന്ധിച്ച് മാരേജ് സർട്ടിഫിക്കറ്റൊക്കെ അറ്റസ്റ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇനി ഭർത്താവാണ് നിങ്ങൾക്ക് വിസ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഭാര്യയുടെ പേര് ഭർത്താവിൻ്റെ പാസ്പോർട്ടിൽ ഇല്ല എങ്കിൽ ഭാര്യയുടെ പാസ്പോർട്ടിൽ ഭർത്താവിൻ്റെ പേര് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ വിസ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചില ട്രാവൽ ഏജൻസികളിൽ കയറി ഇറങ്ങുമ്പോൾ അവർ വൻ തുക ഈടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് VFSലെ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അത്തരം തട്ടിപ്പുകളിലൊന്നും ചെന്ന് ചാടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് മുഖേന ഇങ്ങനെ ഞാൻ അറിയുകയുണ്ടായി. അവർക്കിതുപോലെ, സുഹൃത്ത് എന്ന് പറയാൻ പറ്റില്ല, എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞ ഒരാളാണ്. അവരിതുപോലെ ഏതോ ഒരു ട്രാവൽ ഏജൻസിയിൽ ചെല്ലുകയും അവർ പിന്നെ അത് ശരിയാക്കി കൊടുക്കുകയും ചെയ്തു വന്നു. പക്ഷെ ശരിക്കും അതൊരു തെറ്റായ കീഴ്വഴക്കമാണ്. കാരണം പാസ്പോർട്ട് ഒരാളുടെ പാസ്പോർട്ടിൽ, അതായത് ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ടിൽ പേരില്ലാത്തത് വൻ തുക മുടക്കി അത് VFSൽ ചെന്ന് ശരിയാക്കുന്ന പരിപാടി. കാരണം അത് അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ പൈസ മുടക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആർക്കും അത്തരം കൃത്രിമങ്ങളൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. അവർ ചെയ്യുന്നത് നിങ്ങളുടെ ഭർത്താവിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പിയിൽ നിങ്ങളുടെ പേര് അതിൽ ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കയറ്റുന്നു. അതിനാണ് അവർ ഇത്രയും വലിയ തുക വാങ്ങുന്നത്. അത് ശരിക്കും നിയമവിരുദ്ധമാണ്. പക്ഷെ അങ്ങനെ ചെയ്താൽ VFSലോട്ട് അറിയുകയൊന്നും ഇല്ല എന്നുള്ള കാര്യം അവർക്കും നമുക്കും എല്ലാവർക്കും ബോധ്യമാണ്. അതുകൊണ്ട് അത്തരം തട്ടിപ്പുകളിലൊന്നും പോയി ചാടാതിരിക്കുക. പിന്നെ VFSൽ ചെല്ലുമ്പോൾ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ, അതായത് എൻ്റെ മുൻപുള്ള വീഡിയോകൾ നിങ്ങൾ കാണുക, കണ്ടതിന് ശേഷം പോവുക. കാരണം അതിൽ ഏതെല്ലാം പേപ്പറുകൾ കൊണ്ടുപോകണമെന്നും എത്ര രൂപ നിങ്ങൾക്ക് ചിലവാകുമെന്നുമുള്ള കൃത്യമായ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ VFSലെ ഈ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറയാൻ കാരണം ധാരാളം പേര് കമൻറ്റ് ചെയ്യുകയും ഫോണിൽ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത്തരം കാര്യം ആവർത്തിക്കാൻ കാരണം. പള്ളിയിൽ നിന്ന് ലഭിക്കുന്ന മാരേജ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കരയോഗത്തിൽ നിന്നോ അല്ലെങ്കിൽ SNDP ശാഖയിൽ നിന്നോ അല്ലെങ്കിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിന്നോ ലഭിക്കുന്ന മാരേജ് സർട്ടിഫിക്കറ്റുകൾ ഒരു കാരണവശാലും VFSൽ അംഗീകരിക്കില്ല. VFSൽ അംഗീകരിക്കുന്നത് ഗവൺമെൻറ് അതോറിറ്റിയിൽ നിന്നും ലഭിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരുകൾ രണ്ട് പാസ്പോർട്ടിലും ഉണ്ടെങ്കിൽ അവർക്ക് മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ കുട്ടികളുടെ അടുത്തേക്ക് രക്ഷിതാക്കൾ പോകുന്നതും അവർക്കും മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. അത് പ്രായമുള്ളവർക്കാണ് അത്തരം കിഴിവുകൾ ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.
അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.